രാധാകൃഷ്ണനും സോളാർ സരിതയും ഒരു സോളാർ ടീമിന് രൂപം കൊടുക്കുന്നത്. അതിനു മുൻപ് ഇതിൻ്റെ വൻ സാധ്യത മനസ്സിലാക്കിക്കൊണ്ടാണ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരൻ്റെ പാവം പയ്യൻ ആൻഡോ മുഖ്യമന്ത്രിക്ക് മുന്നിൽ 1,00,000 കോടി രൂപയുടെ മെഗാ സോളാർ പദ്ധതിയുടെ ഒരു പ്രൊജക്ട് കൊടുക്കുന്നത്. പാവം പയ്യൻ വൻ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് ഡൽഹിയിൽ നിന്ന് പറന്ന് വരികയും 1,00,000 കോടി രൂപയുടെ ഒരു മെഗാ പ്രൊജക്ട് തയ്യാറാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾക്ക് അത് ടാപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ ഇതിൻ്റെ സാധ്യത മനസ്സിലാക്കിക്കൊണ്ടാണ് സരിതയും സംഘവും സോളാർ ടീം രൂപീകരിക്കുന്നത്. മുഖ്യമന്ത്രിയെ കാണുന്നത് സോളാർ പാനലുകൾ സ്ഥാപിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ MERE പോലുള്ള സ്ഥാപനങ്ങളുടെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് മന്ത്രാലയത്തിൻ്റെ അക്രഡിറ്റേഷൻ വേണം. അത് നേടിയെടുക്കണം. അത് നേടിയെടുത്താൽ മാത്രം പോരാ, സംസ്ഥാന സർക്കാർ പാരമ്പര്യേതര ഊർജ്ജ ടാപ്പിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിന്യൂവൽ എനർജി പോളിസി നിയമം പാസ്സാക്കണം. ഈ നിയമം പാസ്സാക്കാൻ വേണ്ടിയാണ് ഉമ്മൻചാണ്ടിക്ക് 1,90,00,000 പിന്നെ ബിജു രാധാകൃഷ്ണൻ 5 കോടിയും കൊടുത്തത് എന്ന വാർത്തകൾ പുറത്തു വരുമ്പോഴാണ് ഒരു സെക്സ് സ്കാൻഡലിനപ്പുറത്തേക്കുള്ള വൻ അഴിമതിയുടെ മഞ്ഞുമലയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇത് എന്ന് മനസ്സിലാക്കുക. മാണി ബജറ്റ് വിറ്റ് അതിന് കുഴ വാങ്ങിയതുപോലെ മാർഗ് തുറക്കുന്നതിന് വേണ്ടി ബാബു കോഴ വാങ്ങിയതുപോലെ റിന്യൂവൽ എനർജി പോളിസി രൂപീകരിക്കുന്നതിന് വേണ്ടി അഴിമതി നടത്തിയ ഒരു മുഖ്യനാണ് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത് എന്ന വാർത്തകൾ പുറത്തു വരുമ്പോഴാണ് ഇത് ഒരു ഓർഗനൈസ്ഡ് ക്രൈമിൻ്റെ ഭാഗമാണ് എന്ന് പറയാനുള്ള കാരണം. ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമല്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ജനുവരി 19-ാം തീയതിയാണ് മാഞ്ഞുപോയി എന്ന് കരുതിയിരുന്ന ടൈറ്റാനിയം അഴിമതി കേസ് പുനരന്വേഷിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും 9 പേർക്കും എതിരായിട്ടുള്ള കേസ് അന്വേഷിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1998-ൽ നയനാർ മന്ത്രിസഭയുടെ കാലത്ത് 10.8 കോടിക്ക് ടൈറ്റാനിയത്തിൽ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിക്ക് അംഗീകാരം കൊടുത്തു. പിന്നീട് അധികാരത്തിൽ വന്ന ആന്റണിയും അതിന് അംഗീകാരം കൊടുത്തു. അതിന് അട്ടിമറിച്ചാണ് 256 കോടിയുടെ അഴിമതി കഥകളുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി പോയത്. താൽക്കാലികമായി സ്റ്റേ അന്നത്തെ വ്യവസായ സെക്രട്ടറി ടി ബാലകൃഷ്ണൻ അതിൽ തൽക്കാലം സ്റ്റേ വാങ്ങിയെങ്കിൽ പോലും ആ സ്റ്റേയാണ് ഇപ്പോൾ വെക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോളാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം വിജിലൻസ് സോളാറല്ല പാമോയിൽ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്തെ വിജിലൻസ് ജഡ്ജി ഹനീഫ ഉമ്മൻചാണ്ടിക്കെതിരെ നടത്തിയ അന്വേഷണങ്ങൾ പോരാ എന്ന് പറഞ്ഞുകൊണ്ട് അത് റദ്ദു ചെയ്തിരുന്നു. അവസാനം താൻ സത്യസന്ധനായ ഒരു മുഖ്യമന്ത്രിയാണ്, വിജിലൻസ് കൈകാര്യം ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിജിലൻസ് മാറ്റി തിരുവഞ്ചൂർ രാധാകൃഷ്ണന് കൊടുത്ത് അദ്ദേഹത്തിനെ കൊണ്ട് ക്ലീൻ ചിറ്റ് വാങ്ങിച്ച് അങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ്. പാറ്റൂർ ഭൂമിയിടപാട് കളമശ്ശേരി ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട്